വിജയിനെയൊക്കെ നമുക്ക് വിടാം. കാരണം വിജയ് 600 കോടി ആസ്തി ഉണ്ടാക്കുകയും ചെയ്തു, CM ആവുകയും ചെയ്തു. നമുക്ക് നമ്മുടെ ഇൻഡസ്ട്രിയിലെ പുതിയ നടന്മാരെ നമുക്ക് പ്രോത്സാഹിപ്പിക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ കണ്ടത് മഹാരാജ ഹോസ്റ്റലാണ്. അഖിൽ NRD അതുപോലെ തന്നെ ബാക്കിയുള്ള ഒരുപാട് സോഷ്യൽ ഇൻഫ്ലുവൻസ് വന്നിരിക്കുന്ന പടമാണ്. പോസിറ്റീവ്സ് ആൻഡ് നെഗറ്റീവ്സ് ഉണ്ട്. ഞാൻ ചാരുവാക്കൻ, ഈ പടത്തെ ഡയറക്ടർ. വൈ മലയാളം സിനിമ? ബിക്കോസ് ഐ ലവ് മലയാളം സിനിമ. ഒരു തുടക്കക്കാരൻ എനിക്ക് കൊള്ളാം, നല്ല അഭിനയം തന്നെ. തെലുങ്ക് ഡയറക്ടറാണ് ഇത് ഡയറക്ട് ചെയ്തത്. തെലുങ്ക് പടത്തില് ഡയറക്ടറോട് വർക്ക് ചെയ്ത അനുഭവം എങ്ങനെയാണ്? തെലുങ്ക് ഡയറക്ടർ എന്ന് പറയുമ്പോഴേ മൂവി നല്ല മൂവി ആയിരുന്നു, എൻഗേജിങ് ആയിരുന്നു, ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. സെക്കൻഡ് ഹാഫ് തൊട്ട് കുറച്ചും കൂടെ പഴയ സ്റ്റോറിയൊക്കെ ഭയങ്കര ഹൈലൈറ്റ് ചെയ്തു. ഒരു സവിശേഷത, തെലുങ്ക് ഡയറക്ടർ ചാരുവാഹനാണ് ഈ പടം ഡയറക്ട് ചെയ്തിരിക്കുന്നത്. അതെ, ഒരു മലയാളത്തിലേക്ക് ഒരു തെലുങ്ക് സംവിധായകൻ വന്ന് അത് ഡയറക്ടറുടെ ആദ്യത്തെ പടമാണ്. പിന്നെ ആക്ടേഴ്സ് ആദ്യത്തെയാണ്, പിന്നെ മ്യൂസിക് ഡയറക്ടർ ആദ്യത്തെയാണ്. അതിൻ്റെ ഡയലോഗ്സ് എഴുതിയേക്കുന്നത് എല്ലാവരും പുതുമുഖങ്ങളാണ്. അതിൻ്റേതായിട്ടുള്ള ചെറിയ അമച്ചറിഷ് അവോയ്ഡബിൾ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്, പക്ഷെ അത് തീർത്തും അവോയ്ഡബിൾ ആണ്. പടം ഭയങ്കര എൻഗേജിങ് ആണ്. അപ്പോൾ ഡയറക്ടറിൻ്റെ ഒരു ബൈറ്റൊക്കെ ഈ വീഡിയോയിലുണ്ട്. അപ്പോൾ എന്നെ സ്റ്റോറിക്ക് ചെറിയൊരു മിസ്കണ്ടിന്യൂറ്റി ഉണ്ട്, പക്ഷേ ഹൊറർ കോമഡി അത് കാര്യമായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട്. ഈ മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ജോണറാണ്. നമ്മുടെ മണിച്ചിത്രത്താഴ് മുതൽ ഇപ്പോൾ അവസാനം വന്ന പ്രകമ്പനം വരെ. അപ്പോൾ ബേസിക്കലി ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഹൊറർ കോമഡി ജോണറാണ്. പ്രേതങ്ങളുള്ള പടം, ഒരു പ്രേതമല്ല 2 പ്രേതം, പ്രേതം വേഴ്സസ് പ്രേതം. അതാണ് സംഭവം. എൻഗേജിങ് ആണെന്ന് എടുത്തു പറയാൻ കാരണം വലിയ പേര് കേട്ട ഡയറക്ടേഴ്സ് വരെ ഇന്ന് ആൾക്കാർ തിയേറ്ററിൽ പിടിച്ചിരുത്താൻ വേണ്ടി കഷ്ടപ്പെടുകയാണ്. സെക്കൻഡ് ഹാഫിലേക്കാണ് നമ്മൾ ശരിക്കും പറഞ്ഞ ഈ പടത്തിൽ ഇന്നാവുന്നത്. അവരെല്ലാം അവർക്ക് ഇഷ്ടപ്പെട്ടു എന്നാണ് പറഞ്ഞത്. അപ്പോൾ എനിക്ക് അത്യം പറയും, ഇപ്പോഴും ഈ പറഞ്ഞു വിട്ട് എനിക്ക് എല്ലാവരെയും കിടക്കുന്നൊരു അഭിപ്രായം അറിയാതെ എൻ്റെ മനസ്സൊന്നും ഇതാവത്തില്ല. സ്റ്റിൽ എന്തോ എനിക്കൊരിത് നിൽക്കുകയാണ്. കുറേ ആൾക്കാർക്ക് പറഞ്ഞ് അവർ അഭിപ്രായം കേട്ട് കഴിയുമ്പോഴത്തേക്ക് എനിക്കൊരു ഓക്കെ വരത്തുള്ളൂ. പക്ഷേ എനിക്ക് പടം ഞാൻ ഓൾറെഡി കണ്ടിരുന്നു, ഓൾറെഡി നേരത്തെ കണ്ട് ജഡ്ജ് ചെയ്ത് വെച്ചാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ കണ്ടപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് ഈ പറഞ്ഞുകൊണ്ട് സൗണ്ടിലൊക്കെ കുറച്ച് മാറ്റം വരുത്തിയിട്ടുണ്ട്. പ്രേക്ഷകർക്ക് കുറേ ചിരിക്കുന്നത് കണ്ടു, ലാസ്റ്റിലൊക്കെ അവർക്ക് കുറച്ച് ഇമോഷണൽ ആവുന്നത് കണ്ടു. പേടിക്കുന്ന സീൻസൊക്കെ കുറച്ച് വർക്കൗട്ട് ആയിട്ടുണ്ടെന്ന് എനിക്ക് എൻ്റെ ഒരു ഇത് ട്രെയിലർ ഇറങ്ങിയപ്പോൾ ഇത് 16 നില പൊട്ടും അങ്ങനെയുള്ള കുറേ നെഗറ്റീവ് കമൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു? അത് ഞാനല്ല പറയണ്ടത്, സിനിമ തന്നെ പറയും. ദൈവം സഹായിച്ച സിനിമ നല്ല വരുവാണെങ്കിൽ അതിനുള്ള മറുപടി സിനിമ തന്നെ പറഞ്ഞോളൂ. ഞാൻ ചാരുവാക്കൻ, ഈ പടത്തെ ഡയറക്ടർ. വൈ മലയാളം സിനിമ? ബിക്കോസ് ഐ ലവ് മലയാളം സിനിമ. So I have been following from Hyderabad since 2012. Then മലയാളം സിനിമ ഇഷ്ടപ്പെടും, ഇവിടെ വന്ന് സിനിമ ഇപ്പോൾ. Is your first movie? Yes, first movie. First movie in Malayalam? Yes, total in my life this is my first movie as a director. Okay. Which Malayalam movie you like most? I love, so many are there, so many. Okay. My favorite actor is Paul Fadil. So many, yeah, so many actors, so many movies. Okay, there's a very good. Okay, next project. Next ipo I will think about it, what to do. Born and brought up in Hyderabad. Yes. അപ്പോൾ കുറച്ച് അത്യാവശ്യം നല്ല ജംപ് സ്കെയറുകളൊക്കെ ഇതിൻ്റെ അകത്തുണ്ട്. ജംപ് സ്കെയർ കഴിയുമ്പോൾ കോമഡി കഴിയുമ്പോൾ ജംപ് സ്കെയർ ഇതിങ്ങനെ മിക്സഡ് ആയിട്ട് വരുമ്പോൾ നല്ലൊരു എൻഗേജിങ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ്. പിന്നെ ജംപ് സ്കെയർ നമുക്ക് ഫീൽ ചെയ്യിക്കണമെങ്കിൽ എൻ്റെ മ്യൂസിക് അടിപൊളിയാവണം. മ്യൂസിക് ചെയ്തേക്കുന്നത് അശ്വിൻ റാം എന്ന് പറഞ്ഞ കോവിഡിൻ്റെ സമയത്തൊക്കെ ഒരുപാട് മാഷപ്പ് ചെയ്ത ആളാണ്. അത് ഞാൻ പറഞ്ഞില്ല, എല്ലാവരും ഇതിൻ്റെ അകത്ത് പുതുമുഖങ്ങളാണ്. അപ്പോൾ മ്യൂസിക്കിൽ ഇടയ്ക്ക് ഓപ്പറ ചെയ്തേക്കണത്, അതുപോലെ തന്നെ പിയാനോ കൊടുത്തേക്കണതായിട്ടുള്ള ഒരു ഇംഗ്ലീഷ് ടച്ചുള്ള മ്യൂസിക്കൊക്കെ വരുന്നുണ്ട്. അതൊക്കെ നല്ല അടിപൊളിയായിട്ടാണ് ഇത് ചെയ്തേക്കണത്. ഒരു പുതുമുഖങ്ങൾ ചെയ്തിരിക്കുന്ന ഒരു സിനിമയെന്ന് പറയില്ല, തീർത്തും എൻഗേജിങ് ആണ്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക, നല്ല പടമാണ്. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു. ആ ഒരു ജോണറിൽ പെടുന്ന സിനിമയാണ്, സ്വാഭാവികമായിട്ടും ആളുകൾക്ക് ഇഷ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് ബാക്കി പ്രേക്ഷകർ പറയാം. തെലുങ്ക് ഡയറക്ടറാണ് ഇത് ഡയറക്ട് ചെയ്തത്. തെലുങ്ക് പടത്തിൽ ഡയറക്ടറോട് വർക്ക് ചെയ്ത അനുഭവം എങ്ങനെയാണ്? തെലുങ്ക് ഡയറക്ടർ എന്ന് പറയുമ്പോഴേ അതിന് എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുള്ളി ഒരു മലയാള സിനിമയുടെ വലിയൊരു ആരാധകനാണ്. പുള്ളി വെറുതെ ഒരു ആക്സിഡൻ്റലായിട്ടൊരു മലയാള സിനിമ ചെയ്തൊന്നുമല്ല, മലയാള സിനിമ ചെയ്യണം എന്ന് ആഗ്രഹിച്ച് സ്ഥിരമായിട്ട് മലയാള സിനിമ കാണുകയും അതിൽ അഭിപ്രായം പറയുകയൊക്കെ ചെയ്യുന്ന ആളാണ്. അപ്പം അങ്ങനെ ഒരു സിനിമ ചെയ്യണം എന്ന് മനഃപൂർവ്വം ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് ചെയ്തൊരു സിനിമയാണ്. അപ്പോൾ ആ ഒരു പാഷനൊക്കെ സിനിമയിൽ കാണാം. എന്തായാലും സക്സസ് ആയിട്ടെ. താങ്ക് യു.